അപ്പോൾ സ്റ്റാലിൻ ശിവദാസ് എന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ ഒരു ഭാഗത്ത് ഞാൻ അതേ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമായ മേഘം എന്ന സിനിമയെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു. എന്നാൽ അത് ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല എന്ന് ആ കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഇത് മേഘം എന്ന സിനിമയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിലെ മമ്മൂട്ടി അവതരിപ്പിച്ച നായക കഥാപാത്രത്തെക്കുറിച്ച്. നെഗറ്റീവ് ഷെയ്ഡുള്ള മനുഷ്യസഹജമായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളിലടക്കി പിടിക്കാതെ പുറത്ത് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള നായക കഥാപാത്രങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ആക്സെപ്റ്റൻസ് ഉണ്ടാവും. എന്നാൽ ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, ചെറിയ പ്രായത്തിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് വ്യത്യസ്തത, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതങ്ങ് ചവച്ചരച്ച് കഴിച്ചോണം എന്നുള്ള സിദ്ധാന്തമൊന്നും അന്ന് വിലപ്പോവില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇപ്പൊ കാലം മാറിയില്ലേ, ഇന്നിനി അതിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തൂടെ എന്ന്. പക്ഷെ അവിടെയുമുണ്ട് പ്രശ്നം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങിങ്ങായി നിരുപദ്രവപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നായകനായിരുന്നില്ല ആ സിനിമയിൽ മമ്മൂട്ടി. മറിച്ച് ആ സിനിമയിലെ യഥാർത്ഥ നായകനായ ദിലീപിന്റെ നായികയെ വരെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം. അതിനു മുൻപ് സ്വന്തം ഭാര്യ ഇട്ടിട്ട് പോയ ഒരു ടോട്ടൽ ഫെയിലിയർ ഹ്യൂമൻ ബീയിങ്. തന്റെ കരിയറിൽ കൂടുതലും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള പ്രകാശ് രാജ് പോലൊരു ആക്ടറിന് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു റോൾ. അങ്ങനെ ഒരു റോളിലേക്ക് മമ്മൂട്ടിയെ പോലൊരു നടനെ പിടിച്ചിട്ട ആ ഒരു സിനിമയെ ഈ മാറിയ കാലഘട്ടത്തിൽ നിന്ന് നോക്കിയാലും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. പിന്നെ ഇതാണ് മോനെ വ്യത്യസ്തത, വ്യത്യസ്തതയെ റോട്ടിൽ എവിടെ വെച്ച് കണ്ടാലും ഉടുമുണ്ടഴിച്ച് ബഹുമാനിച്ചോളണം എന്ന് പറഞ്ഞാലും ഇവിടെ നടപ്പില്ല. കാരണം വ്യത്യസ്തത എന്ന് പറയുന്നത് അത് മനക്കലെ ചാത്തനാണ്, അല്ലെങ്കിൽ മുരിക്കുംകുന്നത്തെ അഹമ്മദ് ഹാജിയാണ്. അല്ലാതെ ഇതല്ല വ്യത്യസ്തത. ഈ ഒരു കാര്യത്തിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് എനിക്ക് ബഹുമാനമുള്ളത്. ആള് ചെയ്ത സിനിമകൾ നല്ലതാവാം, മോശമാവാം. പക്ഷെ ഒരു സൂപ്പർ താരമായതിനു ശേഷം ഇതുപോലൊരു സ്വയം തരം താണു പോയൊരു കഥാപാത്രത്തെ അദ്ദേഹം തന്റെ കരിയറിൽ ചെയ്തിട്ടില്ല. പണ്ടൊരു മാഗസിനിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ വല്യേട്ടന് മുൻപ് മമ്മൂട്ടിയും ഷാജി കൈലാസും ഒരുമിച്ച് 90കളുടെ അവസാനത്തിൽ ആർമി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ ചെയ്യാനിരുന്നതാണ്. എന്നാൽ അതേ കാലയളവിൽ പട്ടാള ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പ്രിയദർശൻ ചിത്രം തുടങ്ങിയതോടെ ആ ഒരു സിനിമ ഉപേക്ഷിച്ചതാണെന്ന്. എനിവേസ്, അന്ന് പ്രിയദർശന് പകരം മമ്മൂട്ടി ഷാജി കൈലാസിന് ഡേറ്റ് കൊടുത്തിരുന്നെങ്കിൽ മിനിമം സൈന്യം പോലൊരു സിനിമയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇനി അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കേണൽ രവിവർമ്മ പോലൊരു തോൽവി കഥാപാത്രത്തിന് മമ്മൂട്ടി എന്ന നടന്റെ മുഖച്ഛായ ലഭിക്കില്ലായിരുന്നു.